തിരുനാവായ മാഘ മഹോത്സവത്തിന് അനുമതി നൽകി ജില്ലാ കലക്ടർ. നേരത്തെ റവന്യൂ അധികൃതരെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ല എന്ന് ആരോപിച്ചായിരുന്നു സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇതിനെതിരെ ഭക്തരുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് കുംഭമേളയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഒടുവിൽ കുംഭമേളയ്ക്ക് മഹാമാഘ മഹോത്സവത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നിരുന്നു. ഒടുവിൽ ഈ ഹൈന്ദവ ഏകീകരണത്തിന് മുന്നിൽ, ഹൈന്ദവ ശൗര്യത്തിന് മുന്നിൽ മുട്ടുകുട്ടി സർക്കാർ സംവിധാനങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? സുരേഷ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കേരളത്തിൻ്റെ കുംഭമേളയ്ക്ക് അങ്ങനെ അവസാനം അനുമതി സംസ്ഥാന സർക്കാർ നൽകാൻ നിർബന്ധിതരായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഈ മഹാകുംഭമേളയോടെ അനുബന്ധിച്ചുള്ള അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ തിരുനാവായിയിലെ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് പുരോഗമിക്കുന്നതിനിടെ റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും എത്തിക്കൊണ്ട് അതിനെ തടയിടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പ്രത്യേകിച്ച് അവിടുത്തെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ പന്തലിൻ്റെ നിർമ്മാണം, നിളാസ്നാനത്തിന് വേണ്ടിയുള്ള സ്നാനഘട്ടുകളുടെ നിർമ്മാണം, ഇതൊക്കെ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു പെട്ടെന്ന് വന്ന് ഈ അവസാന നിമിഷത്തിൽ ഈ പരിപാടിക്ക് തടയിടുന്ന സ്ഥിതി ഉണ്ടായത് എന്നുള്ളതാണ്. അതിനെന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ അല്ലെങ്കിൽ മതിയായ കാരണങ്ങൾ പോലും പറയാൻ സംസ്ഥാന സർക്കാരിനോ റവന്യൂ വകുപ്പ് അധികൃതർക്കോ പോലീസിനോ ഒന്നും കഴിയാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുംഭമേളയോടനുബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഈ നവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയായിരുന്നു. പ്രത്യേകിച്ച് ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തൊക്കെ സ്നാനഘട്ടുകളും മറ്റുമൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി അവിടെ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൃത്തിയാക്കി സ്നാനഘട്ടുകളുടെയൊക്കെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ച് അത് ഏറെക്കുറെ പൂർത്തിയായി. 90% പ്രവർത്തികളും പൂർത്തിയായി. പിന്നീട് ആ പരിപാടിയിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു ഇത്തരത്തിൽ റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വന്ന് അതിനെ തടയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. നമ്മൾ ജനം TV ഇത് സംബന്ധിച്ച വാർത്തകൾ നിരന്തരം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടെ തന്നെ ഭക്തലക്ഷങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പല തരത്തിൽ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല സംഘാടക സമിതി അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുമതി നൽകിയാലും ഇല്ലെങ്കിലും തങ്ങൾ ഇതുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാട് അവർ വ്യക്തമാക്കിയിരുന്നു. കുംഭമേള, കേരളത്തിൻ്റെ കുംഭമേള എന്നുള്ളത് വലിയ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത് തങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുക എന്നുള്ളത് നമുക്ക് വൈകിട്ട് ഈ ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള അധികൃതരും അതുപോലെ തന്നെ പോലീസ് അധികൃതരും ഒക്കെ സ്ഥലം സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതിൽ കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. ക്രൗഡ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നടപ്പാക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിൻ്റെ കുംഭമേള എന്ന തരത്തിൽ വളരെ വിപുലമായിട്ട് തന്നെ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രയാഗ്രാജിലും മറ്റും നടന്ന കുംഭമേളയ്ക്ക് കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് അത്രയും ദൂരം യാത്ര ചെയ്ത് ആ കുംഭമേളയിൽ പങ്കെടുത്തത്. ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തിരുനാവായിയിലെ ഈ പരിപാടി 250 വർഷങ്ങൾക്ക് മുൻപൊക്കെ വളരെ വിപുലമായി നടത്തിക്കൊണ്ടിരുന്നതാണ്. പിന്നീട് അത് നിന്നു പോകുന്ന സ്ഥിതി ഉണ്ടായി. അത് ബ്രിട്ടീഷുകാരുടെയും മറ്റുമൊക്കെ ഇടപെടലോടുകൂടെയാണ് അതിന് നിന്നു പോകുന്ന സ്ഥിതി ഉണ്ടായത്. പിന്നീട് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ പിന്നീട് അത് പുനരാരംഭിക്കുന്നത് 2016-ലാണ്. 2016-ൽ മാഘമഹോത്സവം എന്നുള്ള തരത്തിലാണ്, മഹാമാഘ മഹോത്സവം എന്നുള്ള തരത്തിൽ ചെറിയ രീതിയിലുള്ള ചടങ്ങുകൾ മാത്രമായിട്ടായിരുന്നു പരിപാടി നടന്നു വന്നിരുന്നത്. അതിനുശേഷം ഇത്തവണ അത് വലിയ വിപുലമായിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ആ പരിപാടി വളരെ വിപുലമായിട്ട് തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തായിട്ട് മണൽത്തട്ടയും മറ്റുമൊക്കെ അവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് അത്തരം പ്രവർത്തികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യഘട്ടത്തിലൊന്നും പറയാതിരുന്ന ജില്ലാ ഭരണകൂടവും പോലീസും അവസാന ഘട്ടത്തിൽ, അതായത് പരിപാടി ആരംഭിക്കുന്നത് നാളെ മുതലാണ്. നാളെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. നാളെ മുതൽ തുടങ്ങി 18-ാം തീയതി വരെ പ്രായശ്ചിത്ത കർമ്മങ്ങളും 19-ാം തീയതി കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കൊടി ഉയർത്തുന്നതോടുകൂടെയാണ് പരിപാടി ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പരിപാടി ആരംഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വന്ന്
ഈ പ്രവർത്തികളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഈ കുംഭമേളയെ തടയുന്ന അല്ലെങ്കിൽ പരിപാടി അവിടെ സ്റ്റോപ്പ് മെമ്മോ നൽകിക്കൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും അതിനെതിരെ നേരത്തെ സംസാരിച്ച കേശവദാസൊക്കെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ രീതിയിൽ ഭക്തജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ജനം ടി വിയിലൂടെ സംസാരിച്ച ആളുകൾ പറഞ്ഞ കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഭാരതപ്പുഴയിൽ തന്നെ കുറ്റിപ്പുറം ഭാഗത്തൊക്കെ മുജാഹിദ് സമ്മേളനങ്ങൾ നടന്നിരുന്നു. നോമ്പുതുറ ഈ ഭാരതപ്പുഴയുടെ മണൽത്തിട്ടകളിൽ ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തായിട്ടാണ് പലപ്പോഴും പലയിടങ്ങളിലുമൊക്കെ ഈ നോമ്പുതുറ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും അവർ അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോട് ഹൈന്ദവ ജനതയ്ക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അത്തരം പരിപാടികൾക്ക് അനുമതി നൽകുന്ന സംസ്ഥാന സർക്കാർ അതേസമയം ഹൈന്ദവരുടെ ഒരു ആഘോഷം, അതും നൂറ്റാണ്ടുകൾക്ക് മുൻപ് വളരെ വിപുലമായി നടന്ന് പിന്നീട് അത് നിന്നുപോയൊരു ചടങ്ങ് അതിനെ കുറച്ചുകൂടെ വിപുലമായിട്ട് നടത്തുന്നതിന് വേണ്ടി ഹൈന്ദവ ജനത ഒരുങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത് അത് ബോധപൂർവം ഈ പരിപാടിയെ തടസ്സപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ പരിപാടി നടക്കുന്നത് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് തന്നെ അവിടെ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമാക്കിക്കൊണ്ടോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായിട്ടൊരു ശ്രമമാണ് അവിടെ ഉണ്ടായത് എന്നുള്ള ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉയരുന്ന സ്ഥിതി ഉണ്ടായി. അതോടുകൂടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും പ്രതിരോധത്തിലാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്.